പിണറായി സർക്കാരിൽ 2 വർഷം തികഞ്ഞ പേഴ്സണൽ സ്റ്റാഫുകളുടെ പെൻഷൻ കടുത്ത സാമ്പത്തിക ബാധ്യതയിലേക്ക്. രാഷ്ട്രീയ നിയമനങ്ങളിൽ ഇത്തവണ 36 പേർക്ക് കൂടി പെൻഷൻ. ഒരു മാസം ഇത്തരം പെൻഷന് മാത്രം വേണ്ടി വരുന്നത് 73 ലക്ഷത്തോളം രൂപ. മുഖ്യമന്ത്രി, സ്പീക്കർ, ചീഫ് വിപ്പ്, പ്രതിപക്ഷ നേതാവ് എന്നിവർ കൂടാതെ മന്ത്രിമാർക്കും കൂടി 559 പേഴ്സണൽ സ്റ്റാഫുകളാണ് നിലവിലുള്ളത്. മുഖ്യമന്ത്രി, പ്രതിപക്ഷ നേതാവ് അടക്കം 23 ക്യാബിനറ്റ് റാങ്കുള്ളവരുടെ പേഴ്സണൽ സ്റ്റാഫുകളായി നിയമിക്കപ്പെടുന്നവർക്കാണ് 2 വർഷം പൂർത്തിയാക്കിയാൽ സർക്കാർ പെൻഷൻ ലഭിക്കുക. സ്പീക്കർ, ഡെപ്യൂട്ടി സ്പീക്കർ, ചീഫ് വിപ്പ്, മന്ത്രിമാർ എന്നിവർക്കെല്ലാം 30 പേരെ വീതം പേഴ്സണൽ സ്റ്റാഫായി നിയമിക്കാൻ ചട്ടമുണ്ട്. എന്നാൽ 25-ലധികം വേണ്ടെന്ന് പിണറായി സർക്കാർ തീരുമാനിച്ചിരുന്നുവെങ്കിലും 2 കൊല്ലം കഴിഞ്ഞ് പെൻഷൻ ഉറപ്പാക്കി അടുത്ത ടീമിനെ നിയമിക്കാനാണ് ഇപ്പോൾ നീക്കം നടക്കുന്നത്. 2 വർഷം കഴിഞ്ഞാൽ 4750 രൂപയാണ് അടിസ്ഥാന പെൻഷൻ. ഇതിന് മാത്രം ഒരു മാസം 73 ലക്ഷത്തോളം രൂപ വേണ്ടിവരും. പേഴ്സണൽ സ്റ്റാഫിൽ മന്ത്രിയുടെ അല്ലെങ്കിൽ നേതാവിന്റെ പാർട്ടിക്കാരാണ് ഭൂരിപക്ഷവും കയറിക്കൂടുക. വിദ്യാഭ്യാസ യോഗ്യത ഇവർക്ക് പ്രശ്നമല്ല. ഇവരുടെ ശമ്പളം കേട്ടാൽ ഞെട്ടും. പ്രൈവറ്റ് സെക്രട്ടറി, അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി എന്നിവർക്ക് 1,07,800 രൂപ മുതൽ 1,60,000 രൂപ വരെയാണ് ശമ്പളം. പാചകക്കാരന്റെ അടിസ്ഥാന ശമ്പളം 23,000 മുതൽ ഏറ്റവും ഉയർന്നത് 50,200 രൂപ വരെ വരും. ശമ്പളം 70,000 രൂപയ്ക്ക് മുകളിലായാൽ ഫസ്റ്റ് ക്ലാസ് ട്രെയിൻ, AC ടിക്കറ്റ്, 77,000 രൂപയ്ക്ക് മുകളിലായാൽ വിമാന ടിക്കറ്റ് എന്നിവയും ലഭ്യമാണ്. ഇതുകൂടാതെ സർക്കാർ വസതി, 7% DA, 10% മെഡിക്കൽ അലവൻസ്. എത്ര സുഖകരമായ ജോലി! ഇവർക്കെല്ലാം ശമ്പളം നൽകാൻ മാത്രം ഒരു വർഷം 40 കോടിയോളം രൂപയാണ് സർക്കാരിന് വേണ്ടി വരുന്നത്. 2 മന്ത്രിമാർ മാറിയപ്പോഴാണ് 36 പേർ പുതുതായി പെൻഷന് അർഹത നേടിയത്. ഇനി പുതിയ മന്ത്രിമാരുടെ പേഴ്സണൽ സ്റ്റാഫുകൾ ഉയർന്ന ശമ്പളവുമായി ഡ്യൂട്ടിയിലെത്തും. നിലവിലുള്ള മന്ത്രിമാരും പുതിയ സ്റ്റാഫുകളെ നിയമിച്ചു തുടങ്ങി. ഇവർക്കും കാലാവധി കഴിയുമ്പോൾ പെൻഷൻ ഓക്കെ. പ്രതിപക്ഷ നേതാവിനും ഈ സൗകര്യം ലഭിക്കുന്നതിനാൽ അവരും അനങ്ങുന്നതേയില്ല. ഇത്തരം പെൻഷൻ ഇടപാടുകൾ തെറ്റായ നടപടിയെന്ന് തുറന്നു പറഞ്ഞ കേരള ഗവർണറോട് പിണറായി സർക്കാർ കലിപ്പിലുമാണ്. ജനം, തിരുവനന്തപുരം.